ഹായ് ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിന്റെ വരാൻ പോകുന്ന നല്ല കിഡിലൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു ദിവസം രാവിലെ ചന്ദ്രമതി കിച്ചണിൽ വന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഒന്നും നമ്മുടെ രേവതിയെ കാണുന്നില്ല കേട്ടോ. ഇവിടെ ഇത്രയും പിടിപ്പത് പണിയുള്ളപ്പോ ഇവളിത് എവിടെ പോയി കിടക്കുകയാണ്. അങ്ങനെയും സ്വയം പെറുപിറുത്തുകൊണ്ട് അവിടെ ഇരിക്കുന്ന പാത്രമെല്ലാം തുറന്നു നോക്കുന്ന സമയത്ത് അതിലൊന്നും ഭക്ഷണമോ കറികളോ ഒന്നുമില്ല. ഇതുകൂടെ ആയപ്പോഴേക്കും ചന്ദ്രമതിക്ക് അങ്ങോട്ട് കലി കയറുന്നുണ്ട്. ഇവളിന്ന് ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ലേ, ഞാനിന്ന് ഇവളെ ശരിയാക്കി കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ അന്വേഷിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ രേവതിയുടെ മുറിയിലേക്ക്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്തും രേവതിയെ മുറിയിലും കാണുന്നില്ലെന്ന് മനസ്സിലാക്കുന്നതോടെ ഇവളിത് എവിടെ പോയെന്ന് ചിന്തിച്ചു പോവുകയാണ് ചന്ദ്ര. ഏതായാലും വീടിനുള്ളിൽ ഒന്നും നോക്കിയിട്ടും രേവതിയെ കാണുന്നില്ല. പക്ഷെ പുറത്തേക്ക് പോയി നോക്കുന്നതും രേവതിയാണെങ്കിൽ വയറും പൊത്തിപ്പിടിച്ചുകൊണ്ട് വൊമിറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് ചന്ദ്രമതി കാണുന്നത്. ഇത് കണ്ടിട്ടും ചന്ദ്രമതിക്ക് ഒരു കുലുക്കവുമില്ല. എന്തു പറ്റിയെന്ന് പോലും തിരക്കാതെ വേഗം ചെന്നിട്ട് രേവതിയോട് ചൂടാവുകയാണ്. നീ എന്താടി ഇവിടെ വന്ന് നിൽക്കുവാണോ? ശ്രുതിക്കും വർഷയ്ക്കും ഒക്കെ ഇന്ന് ജോലിക്ക് പോകണമെന്ന് നിനക്ക് അറിയില്ലേ? ഇതുവരെ ആയിട്ടും ഭക്ഷണം പോലും ഉണ്ടാക്കി വെക്കാത്തത് എന്താണെന്ന് ചോദിച്ച് ചന്ദ്രമതി കോപത്തോടെ നിൽക്കുമ്പോ രേവതി പറയുന്നുണ്ട്, അമ്മേ എനിക്ക് തീരെ വയ്യ, രാവിലെ മുതലേ ഛർദിയായിരുന്നെന്ന് പറയുന്നുണ്ട്. ഛർദിയോ? എന്താടി നിനക്ക് വല്ല വിശേഷമുണ്ടോ? അല്ല, വിശേഷം അറിയിക്കുമ്പോഴാണ് സാധാരണ പെണ്ണുങ്ങൾ ഛർദിക്കാറ് എന്നിങ്ങനെ ചന്ദ്രമതി പറയുന്നത് കേട്ട് അതൊന്നും അല്ല അമ്മേ, ഗ്യാസിന്റെ പ്രോബ്ലം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് രേവതി പറയുന്നുണ്ട്. ഓ പിന്നെ നിന്റെ ഒരു ഛർദിയും വയ്യായ്മ, ഇതൊക്കെ നിന്റെ വെറും അഭിനയമല്ലേടി? വർഷയെ കൊണ്ടും ശ്രുതിയെ കൊണ്ടും അടുക്കളയിൽ കയറ്റിച്ചിട്ട് അവരെ കൊണ്ട് പാചകം ഉണ്ടാക്കിപ്പിക്കാനുള്ള നിന്റെ അടവല്ലേടി? അതൊന്നും എന്റെ മുമ്പിൽ വിലപ്പോവില്ല. മര്യാദയ്ക്ക് പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കിക്കോ. രേവതിയാണെങ്കിൽ പിന്നെയും പറയുന്നുണ്ട്, അയ്യോ അമ്മേ എനിക്ക് വയറ് വേദനിച്ചിട്ട് വയ്യ, ഇന്ന് ഒരു ദിവസത്തേക്ക് അവരോടൊന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പറ. എന്നാൽ രേവതി ഇങ്ങനെയൊക്കെ താടനെയാണ് പറഞ്ഞിട്ടും ചന്ദ്രമതിക്ക് ഒരു കുലുക്കവുമില്ല. ചന്ദ്രമതി പിന്നെയും ദേഷ്യപ്പെടുകയാണ് രേവതിക്ക് നേരെ. രേവതിയോട് തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ ആജ്ഞാപിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടും വയ്യെങ്കിൽ പോലും ആ വയ്യായ്മയിലും വയറെല്ലാം പൊത്തിപ്പിടിച്ചുകൊണ്ട് വേദന സഹിച്ചുകൊണ്ട് രേവതി തന്നെ അവിടുത്തെ ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കുകയാണ്. ഓട്ടത്തിന് പോയ സച്ചിയാണെങ്കിൽ എന്തോ ഒരാവശ്യത്തിന് തിരികെ വരുമ്പോഴാണ് രേവതി ഇങ്ങനെ വേദന സഹിച്ചുകൊണ്ട് വയറെല്ലാം പൊത്തിപ്പിടിച്ചുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് സച്ചി കാണാനിടയാവുന്നത്. എന്നിട്ട് ആശങ്കയോടെ ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി രേവതി, എന്താ നിനക്ക് വയ്യേ? അപ്പൊ രേവതി കാര്യം അറിയിക്കുന്നുണ്ട്, അത് പിന്നെ സച്ചിയേട്ട രാവിലെ മുതലേ എനിക്ക് ഛർദിയായിരുന്നു, പിന്നെ ഇപ്പൊ നല്ല വയറുവേദനയുണ്ട്. അത് കേൾക്കുന്നതും സച്ചി ചോദിക്കുന്നുണ്ട്, പിന്നെ നീ എന്തിനാ രേവതി ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് ചന്ദ്രമതി അവിടെ എത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവൾക്കെന്താ ജോലി ചെയ്യാൻ പാടില്ലേ? ഓരോ അടവുമായിട്ട് വന്നോളും. നിങ്ങളെന്തിനാ രേവതിയെ തന്നെ കുറ്റം പറയുന്നത്? ഇവള് തന്നെ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്കെന്താ ഇത്ര നിർബന്ധം? ഇവിടെ വേറെയും മരുമക്കളുണ്ടല്ലോ, അവർക്ക് വേണമെങ്കിൽ അവരുണ്ടാക്കി കഴിക്കട്ടെ. ഇവളെ എന്റെ കാര്യവും അച്ഛന്റെ കാര്യവും മാത്രം നോക്കിയാൽ മതി. നിങ്ങളെല്ലാവർക്കും നല്ല ആരോഗ്യമുണ്ടല്ലോ, അതുകൊണ്ട് ഇവളൊറ്റയ്ക്കുണ്ടാക്കി നിങ്ങൾ അങ്ങനെ തിന്നണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി. ചന്ദ്രമതി ആണെങ്കിലും അടങ്ങുന്നില്ല, തിരിച്ചു പറയുന്നുണ്ട്, നിനക്കും അച്ഛനും മാത്രമേ ഇവൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിലേ അതിന് നിങ്ങൾക്കായിട്ട് വേറെ വീടെടുത്ത് താമസിക്കണം. പക്ഷെ ഇതൊരു കൂട്ടുകുടുംബം ആകുമ്പോ എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഇവൾ തന്നെ ചിലപ്പോൾ ഉണ്ടാക്കേണ്ടി വരും. അതിന് പരാതി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നാൽ സച്ചിയും പറയുന്നുണ്ട്, അങ്ങനെ എല്ലാവർക്കും വേണ്ടി ഫുഡ് ഉണ്ടാക്കാനേ ഇവിടുത്തെ വേലക്കാരിയല്ല, എന്റെ ഭാര്യ, ഈ വീട്ടിലെ മരുമകളാ. എന്നിട്ട് രേവതിയോടായിട്ട് ഇവരോടൊന്നും പറഞ്ഞ് സമയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല, നീ വാ രേവതി, നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ രേവതി കൂടെ പോകുന്നുണ്ട് സച്ചിയുടെ. എന്നാൽ ഇതിനോടകം തന്നെ വീട്ടിലാകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചന്ദ്രമതി. രേവതി ഓരോ അടവുകൾ കാണിച്ച് പണി ചെയ്യാതിരിക്കുന്നെന്നും ഈ രേവതി കാരണം വർഷം ഒന്നും കഴിക്കാതെയാണ് ഇന്ന് പോയതെന്നും ശ്രുതിക്കാണെങ്കിലും കൊണ്ടുപോകാനുള്ള ലഞ്ചൊന്നും അവള് തയ്യാറാക്കാത്ത കാരണം അവളും ഇന്ന് ഉച്ചയ്ക്ക് പട്ടിണിയായിരിക്കുമെന്നെല്ലാം പറഞ്ഞ് ചന്ദ്രമതി രേവതിക്ക് നേരെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ചന്ദ്രൻ നീയൊന്നടങ്ങ്, രേവതി ഈ വീട്ടിലെ മരുമകളാണ് എന്ന് കരുതി നിങ്ങൾക്ക് എല്ലാവർക്കും അവള് തന്നെ ഭക്ഷണം ഒരുക്കി തരണമെന്ന് വെച്ചാൽ എങ്ങനെയാ? അവൾക്കും അസുഖം വരും, വയ്യായും വരും. അപ്പോൾ അത് മാനിച്ചുകൊണ്ട് നിങ്ങൾ ചില ദിവസങ്ങളിൽ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. അതിന് രേവതിയെ കുറ്റം പറയാനുള്ള ഒരർഹതയും നിനക്കില്ലെന്നൊക്കെ ചന്ദ്രനോടായിട്ട് പറയുന്നുണ്ട് രവീന്ദ്രൻ. ചന്ദ്രമതി പിന്നെയും ഓരോ കുത്തുവാക്കുകൾ പറഞ്ഞ് രേവതിയെ ശരിക്കും വേദനിപ്പിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം സഹിക്കാനാവാതെ രേവതി പൊട്ടിക്കരയുന്നുണ്ട്. അവസാനം രവീന്ദ്രൻ തന്നെ രേവതിയുടെ അടുത്ത് എന്ന് പറയുകയാണ്, മോളെ ഞാനൊരു കാര്യം പറഞ്ഞാൽ മോൾ അത് അംഗീകരിക്കണം. നീയും സച്ചിയും കുറച്ചു ദിവസം ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം. നിങ്ങൾക്ക് മുത്തശ്ശിയുടെ അടുത്ത് പോകാം. ഇനി അതല്ല മറ്റൊരിടത്താണെങ്കിൽ എത്രയാ റെന്റ് എന്ന് വെച്ചാ പറഞ്ഞാൽ മതി, ഞാൻ തരാം. എന്റെ ഒരു കൂട്ടുകാരന്റെ വീടുണ്ട്, അവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമായിട്ട് കഴിയാം. അവിടെയാണെങ്കിൽ റെന്റിന്റെ ആവശ്യവുമില്ല. അവനിപ്പോ വിദേശത്താണ്, അതുകൊണ്ട് തന്നെ അവന്റെ വീട് നോക്കാൻ ഒരാളെ വേണമെന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോഴാണ് എനിക്ക് ആ കാര്യം ഓർമ്മ വന്നത്. ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും സമാധാനവും സ്വസ്ഥതയും കിട്ടില്ല മക്കളെ. ചന്ദ്രമതി അത് തരില്ല. അവരൊക്കെ ഒറ്റയ്ക്ക് ജീവിച്ച് കുറച്ചു ദിവസം പഠിക്കട്ടെ. പക്ഷെ രേവതി പറയും, അതൊന്നും വേണ്ട അച്ഛാ, ഒരു കൂട്ടുകുടുംബം ആകുമ്പോ
പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് സച്ചിയേട്ടനെയും കൊണ്ടുപോയാൽ അമ്മ പിന്നെ അതും ഒരു പ്രശ്നമാക്കും. ഞാൻ സച്ചിയേട്ടനെയും കൊണ്ടുപോയി എന്ന് വരെ അമ്മ പറഞ്ഞു കളയും. പക്ഷെ രവീന്ദ്രൻ വീണ്ടും പറയും, മോളെ രേവതി, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. അവൻ ഇവിടെ നിന്ന് മാറി നിന്നാലേ അവന്റെ വില എത്രയുണ്ടെന്ന് ഇവിടെയുള്ളവർ മനസ്സിലാക്കൂ. ഈ കുടുംബത്തിന് വേണ്ടി ഉരുകി തീർന്നതാണ് അവൻ. അതുകൊണ്ട് ഞാൻ അവനോട് സംസാരിക്കാം. അങ്ങനെ രേവതിയോടായിട്ട് പറയുന്നുണ്ട് രവീന്ദ്രൻ. സച്ചി വരുന്ന സമയത്ത് സച്ചിയോടായിട്ടും രവീന്ദ്രൻ പറയുന്നുണ്ട്, കുറച്ചു ദിവസം ഇവിടെ നിന്ന് മാറി താമസിക്കാൻ വേണ്ടിയിട്ട്. സച്ചി ആദ്യമൊന്നും അതിന് സമ്മതിക്കുന്നില്ല. ഞാനും രേവതിയും ഇവിടെ നിന്ന് മാറിപ്പോയാൽ അച്ഛന്റെ കാര്യങ്ങളൊന്നും പിന്നെ ശരിയാവില്ലെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ രവീന്ദ്രൻ സച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോനെ, ഇപ്പോൾ തന്നെ നിന്റെ അമ്മയും മറ്റു മരുമക്കളും കൂടെ രേവതിയുടെ തലയിൽ കയറുകയാണ്. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല. അവർക്കും തന്നെ ഒറ്റയ്ക്ക് അവരുടെ സ്വയം കാര്യങ്ങളൊക്കെ ചെയ്തു പഠിക്കാനുള്ള ഒരു സമയം കൂടിയായിട്ട് ഇതിനെ കണ്ടാൽ മതി. മാത്രമല്ല, ഈ വീട്ടിൽ നിന്റെ വില എത്രയാണെന്ന് നിന്റെ അമ്മ മനസ്സിലാക്കുകയും വേണം. അതുകൊണ്ടുകൂടിയാണ് അച്ഛൻ ഈ പറയുന്നത്. അങ്ങനെ രവീന്ദ്രന്റെ ആഗ്രഹപ്രകാരം സച്ചിയും രേവതിയും വീട് വിട്ട് കുറച്ചു ദിവസം മാറി താമസിക്കാൻ തന്നെ സമ്മതിക്കുകയാണ്. അതിനുവേണ്ടി രേവതിയും സച്ചിയും ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്യുമ്പോൾ വീട്ടു സാധനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും രവീന്ദ്രനും അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതൊന്നും അറിയാതെ ചന്ദ്രമതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിൽ ആരാ താമസം മാറ്റുന്നതെന്ന്. രവീന്ദ്രൻ പറഞ്ഞു കൊടുക്കും അത് സച്ചിയും രേവതിയുമാണെന്ന്. അവരെ മറ്റൊരിടത്തേക്ക് താമസം മാറുകയാണ്. നീയും നിന്റെ മരുമക്കളും കൂടെ ഇവിടെ അങ്ങ് ഒറ്റയ്ക്ക് താമസിക്കും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനും അവസാനം കുത്തുവാക്കുകൾ കേൾക്കാനും വേണ്ടിയിട്ടുള്ള ഒരാളല്ലല്ലോ നമ്മുടെ രേവതി. അവള് സന്തോഷമായിട്ട് സച്ചിയുടെ കൂടെ ഒറ്റയ്ക്ക് ജീവിക്കട്ടെ. എന്നാൽ ഇത് കേട്ടതും ചന്ദ്രമതി അതിന് സമ്മതിക്കുന്നില്ല. ചന്ദ്രമതി പറയും, അത് നടക്കില്ല. ഇനി അഥവാ പോയാല് പിന്നെ ഈ വീടുമായിട്ട് ഒരു ബന്ധവും അവർക്കുണ്ടാവില്ല, ഒരവകാശവും ഉണ്ടാവുകയില്ല. മാത്രമല്ല, ഇനി ഈ വീട്ടിലേക്ക് തിരികെ വരാനും പാടില്ല. അവള് പോയി കഴിഞ്ഞാൽ പിന്നെ ആരാ ഈ വീടിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങനെ ദേഷ്യപ്പെടുമ്പോ, അതാണ് ഞാനും ചന്ദ്രൻ നിന്നോട് പറയുന്നത്. നീയും നിന്റെ മരുമക്കളും സ്വയം കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്ക്. രേവതി എന്തായാലും സച്ചിയുടെ കൂടെ പോകും. പിന്നെ നീ പറഞ്ഞല്ലോ അവർക്ക് ഇനി ഇവിടെ തിരികെ വരാൻ പറ്റില്ലെന്നും അവകാശം ഉണ്ടാവില്ല എന്നും ഒക്കെ. അത് നീയല്ല പറയേണ്ടത്, ഞാനാണ്. എന്റെ 3 മക്കൾക്കും ഈ വീട് ഒരുപോലെ അവകാശമുള്ളതാ എന്നെല്ലാം പറഞ്ഞ് ചന്ദ്രമതിയുടെ വായടപ്പിക്കുന്നുണ്ട് രവീന്ദ്രൻ. അങ്ങനെ ചന്ദ്രമതിയുടെ മുമ്പിൽ വെച്ച് തന്നെ രേവതിയുടെ കൈ പിടിച്ച് സച്ചി ആ വീടിന്റെ പടി ഇറങ്ങുന്നിട്ടോ. തിരിഞ്ഞു നോക്കി അച്ഛനോട് മരുന്നൊക്കെ സമയത്തിന് കഴിക്കണമെന്നും അച്ഛൻ എപ്പോഴും എന്നെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രേവതി പോകുന്നത്. വലിയ സങ്കടമുണ്ട് രേവതിക്ക് പോകുന്നതില്. എങ്കിലും സച്ചിയുടെ കൂടെ ആയതുകൊണ്ട് തന്നെ ഒരു മനസമാധാനവും ഉണ്ടാവും. ഏതായാലും സച്ചിയും രേവതിയും താമസം മാറിയതോടെ ചന്ദ്രമതിയുടെ കാര്യം പിന്നീട് അങ്ങോട്ട് പരിങ്ങലിലാവുകയാണ്. ഒറ്റയ്ക്ക് തന്നെ വീട്ടിലുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കി ചന്ദ്രമതി ആകെ ക്ഷീണിക്കും. ശ്രുതിയുടെയും വർഷയുടെയും കാര്യങ്ങളൊക്കെ നോക്കി രാവിലെ തന്നെ ചന്ദ്രമതി ഓട്ടപ്പാച്ചിലാണ്. 2 പേർക്കുമുള്ള ഭക്ഷണം തയ്യാറാക്കണം. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് അതെല്ലാം തയ്യാറാക്കിയാൽ മാത്രം പോരാ, കുളിക്കാൻ ചൂടുവെള്ളവും ചന്ദ്രമതി തന്നെ ഉണ്ടാക്കി കൊടുക്കണം. ഏതെങ്കിലും കാര്യങ്ങളിൽ ഇത്തിരി ലേറ്റ് ആയി കഴിഞ്ഞാൽ അമ്മേ അതായില്ലേ ഇതായില്ലേ ചൂടുവെള്ളം ആയില്ലേ എന്നൊക്കെ ചോദിച്ച് പുറകെ നടക്കുകയാണ് എല്ലാവരും കൂടെ. ഒടുവില് ഇതെല്ലാം കൊണ്ടും ശരിക്കും തളർന്നു പോവുകയാണ് ചന്ദ്രമതി. വയ്യാതാവുകയാണ് ചന്ദ്രമതിക്ക്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ രവീന്ദ്രൻ വന്നിട്ട് പറയും, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ രേവതി എന്തൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നതെന്ന്? ഇപ്പോഴെങ്കിലും നിനക്ക് അവളുടെ വില മനസ്സിലായോ ചന്ദ്രേ? അവൾ ഒരു ദിവസം എന്തൊക്കെ ജോലിയാ ചെയ്തിരുന്നത്? മുഷിഞ്ഞ തുണി അലക്കുന്നു, തറ തുടയ്ക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കുന്നു, അത് കൊടുത്തുവിടുന്നു. അതുപോലെ നിങ്ങൾക്ക് എല്ലാത്തിനും കുളിക്കാനുള്ള വെള്ളം വരെ അവള് തന്നെയല്ലേ ചൂടാക്കി വെക്കാറുണ്ടായിരുന്നത്. എന്നിട്ടും അവൾക്ക് എപ്പോഴും വഴക്കും വക്കാടോ അല്ലാതെ ഒരു സമാധാനം, ഒരു നല്ല വാക്കെങ്കിലും നീ പറഞ്ഞിട്ടുണ്ടോ? അവൾക്ക് വയ്യാതായപ്പോഴും നീ എന്താ അവളോട് പറഞ്ഞത്? അത് അടവായിരുന്നുവെന്ന് അല്ലേ? ഇപ്പൊ നീ അനുഭവിക്കുന്നതും അടവ് തന്നെയാണോ? നിനക്ക് ജോലി ചെയ്യേണ്ടി വരുമെന്ന് കരുതി നീ അടവെടുക്കുന്നതാണോ ഇതും? രവീന്ദ്രന്റെ ആ വാക്കുകൾ കേട്ട് ചന്ദ്രമതിക്ക് വല്ലാത്ത സങ്കടാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് അടവൊന്നുമല്ല രവിയേട്ട, എനിക്ക് തീരെ വയ്യ, എന്റെ നടു ഒടിഞ്ഞു, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങനെ കരയുമ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല. തൽക്കാലം കുറച്ച് ബാം എടുത്ത് പുരട്ടിയാൽ മതി, വേദനയൊക്കെ തനിയെ മാറിക്കോളും. പിന്നെ എന്നും ഇതൊക്കെ ചെയ്യുമ്പോ അതങ്ങോട്ട് ശീലമായിക്കോളും. ഇത്രയും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയുടെ കാര്യത്തില് യാതൊരു കൂസലും ഇല്ലാതെ രവീന്ദ്രൻ അവിടുന്ന് പോകുന്നുണ്ട്. എന്തായാലും സച്ചിയുടെയും രേവതിയുടെയും വില മനസ്സിലാക്കുന്ന ചന്ദ്രമതി ആകട്ടെ അവരെ വീണ്ടും അവരുടെ അടുത്തേക്ക് പോയി, നീയും നിന്റെ ഭാര്യയും കൂടെ തിരികെ വരണം, വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോ സച്ചി പറയുന്നുണ്ട്, ഞങ്ങൾ വരില്ലെന്ന്. നിങ്ങളും നിങ്ങളുടെ മരുമക്കളും എന്നാണോ വീട്ടിൽ ജോലി ചെയ്യാൻ തുടങ്ങുന്നത് അന്ന് മാത്രമേ ഇനി രേവതിയെ തിരികെ കൊണ്ടുവരുള്ളൂ ഞാൻ. അങ്ങനെ ഒരു ഉറച്ച തീരുമാനം തന്നെ സച്ചി എടുക്കുന്നുണ്ട്. പിന്നീട് രേവതിക്ക് വേണ്ടി ഒരു പൂക്കടയെല്ലാം സച്ചി എടുത്തു കൊടുക്കുന്നുണ്ട്. രേവതിക്കും എന്തെങ്കിലും ഒരു വരുമാന മാർഗം വേണമല്ലോ, അതിനു വേണ്ടി തന്നെ. മാത്രമല്ല മറ്റുള്ള മരുമക്കളെ പോലെ അവൾക്കും ഒരു ജോലി ഉണ്ടെന്ന് എല്ലാവരുടെയും മുമ്പിൽ തെളിയിക്കണം. അതിനുവേണ്ടി കൂടെയാണ് സച്ചി രേവതിക്ക് വേണ്ടി ഒരു പൂക്കട സ്വന്തമായിട്ട് തുടങ്ങുന്നത്. അതിൽ നിന്ന് രേവതിക്ക് നല്ലൊരു വരുമാനം കിട്ടിത്തുടങ്ങുകയും ചെയ്യുന്നു.
തന്നെ സച്ചിയും രേവതിയും നല്ലൊരു ലെവലിൽ തന്നെ എത്തുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് സ്വന്തമായിട്ട് കാറും വീടും ഒക്കെ അവര് സ്വന്തമാക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കിഡിലൻ എപ്പിസോഡുകളാണ് ചെമ്പനീർ പൂവിന് വരാനിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്